നമസ്കാരം, ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കളർ പെൻസിൽ ട്യൂട്ടോറിയലാണ്. ലാസ്റ്റ് ടൈം കണ്ണെങ്ങനെയാണ് വരയ്ക്കുന്നത് കണ്ടു. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു മൂക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ റെഫറൻസ് ഉൾപ്പെടെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അത് എങ്ങനെയാണെന്ന് കാണിക്കാം. ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പം മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു, അത് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ മെറ്റീരിയൽസിനെ കുറിച്ച് പറയാം. ഞാനിവിടെ സാധാരണ എപ്പോഴും വരയ്ക്കുന്നത് എൻ്റെ ഡ്രോയിങ്ങിനായാലും ട്യൂട്ടോറിയലിനായാലും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫാബ്രിയാനോയുടെ പേപ്പറാണ് കുറച്ച് കാലമായിട്ട്. ഇപ്പോൾ ഈ ഫാബ്രിയാനോയുടെ ടെക്നിക്കോ എന്ന് പറയുന്ന സീരീസിലുള്ള സ്മൂത്ത് പേപ്പറാണ് എന്നോട് യൂസ് ചെയ്യുന്നത്. A4 സൈസാണ്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 240 GSM ആണ്, 240 gram/m². അപ്പോൾ നിങ്ങൾ കളർ പെൻസിൽ വരച്ച് തുടങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ക്വാളിറ്റിയിലുള്ള പേപ്പറുകൾക്ക് വേണ്ടിയിട്ട് പൈസ അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. 160 GSM മുകളിലോട്ടുള്ള ഏത് പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു മീഡിയം ഗ്രെയിൻ സർഫസ് മുതൽ സ്മൂത്ത് സർഫസ് വരെ യൂസ് ചെയ്യാം. ഒരുപാട് റഫായിട്ടുള്ള പേപ്പർ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇതാണ് പേപ്പർ. അപ്പോൾ പേപ്പറിൻ്റെ ബ്രാൻഡിൽ നിങ്ങളിപ്പം ബോധേഡാവേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു സ്മൂത്ത് പേപ്പർ യൂസ് ചെയ്താൽ മതി. 160 GSM മുകളിലോട്ടുണ്ടെന്ന് മാത്രം ഉറപ്പ് വരുത്തുക. കളർ പെൻസിൽ ഇതൊരു സ്റ്റുഡൻസ് ഗ്രേഡ് കളർ പെൻസിലാണ്. ഫേബർ കാസ്റ്റലിൻ്റെ തന്നെ 36 ഷെയ്ഡ്സ് വരുന്നൊരു ടിൻ ബോക്സാണ്. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബൈ കളേഴ്സ് അല്ലെങ്കിൽ ഫേബർ കാസ്റ്റലിൽ തന്നെ ട്രയാങ്കുലർ കളേഴ്സ് ഇതുമായിട്ടൊക്കെ സിമിലർ ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ക്ലാസിക് കളർ പെൻസിൽ ഇതെല്ലാം ഒരേ ക്വാളിറ്റിയാണ്. റീജിയൻ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ പാക്കിങ്ങിലും കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം 36 പീസോ 24 പീസോ ഉള്ള സെറ്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. സിമിലർ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഫേബർ കാസ്റ്റൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും ട്രൈ ചെയ്യാം. പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രീമിയം ക്വാളിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി. അപ്പം നമ്മൾക്ക് ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ പേപ്പറിലേക്ക് ഈ റെഫറൻസ് ഒന്ന് കോപ്പി ചെയ്യാം. ഞാനിവിടെ കളർ പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഈ ഒരു സ്കെച്ച് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടൊരു അപ്രോക്സിമേറ്റ് വരുന്ന രീതിയിലൊരു സ്കെച്ച് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു റെഫറൻസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. മൂക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂസ് എത്ര കൂടുതലോ കുറവോ കൊടുക്കുന്നു എന്നുള്ളതല്ല അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനനുസരിച്ച് ആ ഫേഷ്യൽ പ്രോപ്പർട്ടീസിൻ്റെ, അതിപ്പോൾ മൂക്കായാലും ശരി കണ്ണായാലും ചുണ്ടായാലും അതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ മാറാതെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള ടോൺസ് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഷേപ്പും അതിൻ്റെ സ്ട്രക്ചറും കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക ആദ്യം. അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഗ്രാജുവലി നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഇത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല ഷാഡോസ് വരുന്നതാണ്. ഇവിടെ ലൈറ്റാണ്. അപ്പം ലൈറ്റ് ഈ ഫേസിൻ്റെ ഈ ഒരു ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂക്കിൻ്റെ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തും ഈ ഒരു ഭാഗം, അതേപോലെ തന്നെ മൂക്കിൻ്റെ ഈ ഒരു പാലം നമ്മൾ പറയത്തില്ലേ, ഈ ഒരു ഭാഗത്തൊക്കെ ഇച്ചിരി ഹൈലൈറ്റ് ഉണ്ട്. ഈ ഭാഗം കുറച്ച് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് റെൻഡർ ചെയ്തെടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ബേസ് കളറായിട്ട് കൊടുക്കുന്ന ഈ ഒരു പീച്ച് കളറാണ്. അത്യാവശ്യം ഒരു ഡാർക്ക് ടോണാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ള ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ടോൺസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ബേസ് ലെയർ ആഡ് ചെയ്യണമെന്നില്ല. ഞാൻ ആ ഡാർക്ക് പോർഷൻസ് തന്നെ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുകയാണ്. ഒരു മീഡിയം പ്രഷറിലാണ് ഞാനിപ്പം കളർ അപ്ലൈ ചെയ്യുന്നത്. ഡയഗണലായിട്ടുള്ള സ്ട്രോക്സാണ് ആഡ് ചെയ്യുന്നത്.
ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ ഒരു ഹൈലൈറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് വിട്ടത്. ഈ ഒരു ഭാഗത്തും ഇവിടെ നിന്നും ഒക്കെ ചെറിയ റിഫ്ലക്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഈ നല്ല ഡാർക്കായിട്ടുള്ള ആ ഒരു ഷാഡോസൊക്കെ ബ്ലാക്ക് കൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. ഇനി ഒരു ഓറഞ്ച് കളറ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി അവിടെ ചെറുതായിട്ടൊരു ഷേപ്പും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും ഒക്കെ ഡെവലപ്പായി വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ലെയർ കൊടുത്തപ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് വന്നു. നമുക്കൊരു ടോണ് തന്നെ അതിൻ്റെ പ്രഷർ കൂട്ടിയും കുറച്ചും ചെയ്യുമ്പോൾ ആ ഒരു ഡാർക്കും ലൈറ്റും വാല്യൂസും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് കൂടിയാണ് അത് കാണിക്കുന്നത്. ഇതിനി ഒരു ടെറാക്കോട്ട കളറാണ്. ഞാനിപ്പോൾ സ്ട്രോക്ക് ചെയ്യുന്ന ഒറ്റ ഡയറക്ഷനിലാണ്. നിങ്ങൾക്ക് ക്രോസ് ഹാച്ചിങ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഷെയ്ഡ് ലെയർ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപ്രദം ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്ന പോലെ ഒരു വൺ ഡയറക്ഷനിൽ സ്ട്രോക്ക് ചെയ്യുന്നത്, ലെങ്തി സ്ട്രോക്ക് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രിബിൾ ചെയ്യുന്ന ടൈം, അതായത് സർക്കുലർ മോഷനിൽ ലെയർ ചെയ്യാം. അപ്പോൾ ഇത്തരം പല മോഡ്സ് അല്ലെങ്കിൽ പല മെത്തേഡ്സ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു ബ്രൗൺ കളറ് ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഇത് ഇപ്പം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ സാച്ചുറേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഈ ക്യാമറയിലൂടെ വീഡിയോയിൽ കാണുന്നത്. ഞാൻ അതിൻ്റെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ടോണൽ ഡിഫറൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പേപ്പറിൽ ഇത് ക്ലിയർ ആവില്ല, ഓവർ എക്സ്പോഷർ ആയി പോകും. ഞാൻ യൂഷ്വലി ഈ ഒരു കളർ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരല്പം പ്രഷർ കൊടുത്ത് സ്ട്രോക്സിൻ്റെ ലെങ്ത്തൊക്കെ കുറച്ച് മാക്സിമം ആ ഒരു പേപ്പറിൻ്റെ വൈറ്റ്സൊക്കെ കവർ ചെയ്തിട്ടാണ് ചെയ്യാറ്. കാരണം എനിക്കെപ്പോഴും ഏറ്റവും സ്കിൻ ചെയ്യുമ്പോൾ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു കളറാണിത് ഈ ഒരു ബ്രൗൺ കളറ്. ലെയറുകളിലൊക്കെ നമുക്ക് ആ പേപ്പറിൻ്റെ ഒരു വൈറ്റ്സ് ഓരോ സ്ട്രോക്സിൻ്റെ ഇടയിലും വിസിബിൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ലെയർ കൊടുക്കുമ്പോൾ മാക്സിമം ആ ഒരു പേപ്പർ വൈറ്റ് വിസിബിൾ ആകാത്ത രീതിയിൽ മാക്സിമം അടുത്തടുത്തിട്ട് തന്നെയുള്ള സ്ട്രോക്സാണ് കൊടുക്കുന്നത്. അങ്ങനെ ഈ കാണുന്ന ചെറിയ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇതിനകത്ത്. ജസ്റ്റ് ആ മൂക്കിൻ്റെ ഒരു ഷേപ്പും ആ ഒരു
കളറും മാത്രമാണ് നമ്മളൊന്ന് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. ഒരു ഡാർക്ക് ബ്രൗൺ ഇനിയൊന്ന് അപ്ലൈ ചെയ്യാം. ഒരുപാട് പ്രഷർ കൊടുത്ത് കൂടുതൽ ലെയേഴ്സ് അപ്ലൈ ചെയ്യുമ്പം പേപ്പറിൻ്റെ ആ ഒരു ടൂത്ത് ഡാമേജ് ആവും. അതുകൊണ്ട് നമുക്ക് അതിന് മുകളിൽ കൂടുതൽ ലെയേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. പേപ്പറിന് ഒരു പ്ലാസ്റ്റിക് ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്കൂടെ കണ്ടാൽ മനസ്സിലാവും, ഈ മൂക്കിൻ്റെ ഒരു സെൻറ്ററിലേക്ക് വരുമ്പോൾ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നൊരു ലൈറ്റ് സ്കിൻ ടോണാണ്. ഒരു പ്യുവർ വൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ വൈറ്റ് നമുക്ക് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു ഹൈലൈറ്റ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ബേസ് ലെയർ കൊടുത്ത ആ ഒരു പീച്ച് കളർ അല്ലെങ്കിൽ ഒരു ഫ്ലഷ് കളർ അവിടെ ഹൈലൈറ്റിലൂടെ ഒന്ന് ലെയർ ചെയ്യുകയാണ്.
ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത പല കളേഴ്സും ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ലെയർ ചെയ്യുകയാണ് ലൈറ്റായിട്ട്. ഇനിയിപ്പം ഇതിൽ കാര്യമായിട്ട് കളർ പിടിക്കില്ല, കാരണം അത്രയും ലെയർ കയറിയതുകൊണ്ട് ഇനി ഇതിൽ കളർ പിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. പിന്നെ ഹൈലൈറ്റ്സിനൊക്കെ ക്രോസ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത്. അത്ര ഹൈലൈറ്റ്സ് അവിടെ വേണമെന്നില്ല. സോ ഇത് ഇത്രയും ചെയ്യുന്നതിന് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഹവറായി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, റിയലിസ്റ്റിക് ആയിട്ടൊരു പോർട്രേറ്റ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പോർട്രേറ്റ് ചെയ്യുമ്പം എന്തുമാത്രം ക്ഷമ വേണം. ഇതിപ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ടാണ് ഇതിപ്പം ലെയർ ചെയ്യുന്നത്. ഇനി ഈ മൂക്കിൻ്റെ ഈ ദ്വാരം വരുന്ന ആ ഭാഗത്തെ ആ ഡാർക്ക് ഷെയ്ഡ് നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്കെച്ച് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യുക. കാരണം നമ്മളിവിടെ ഒരു ബ്ലെൻഡിങ് ടൂൾ ഉപയോഗിക്കാതെ തന്നെ കളർ പെൻസിൽ നമ്മൾ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ല റിസൾട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ കളർ പെൻസിൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു ബ്ലെൻഡിങ് ടൂളിൻ്റെ ഒരു ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും ടിഷ്യൂ പേപ്പർ അതേപോലെ തന്നെ പേപ്പർ സ്റ്റമ്പൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡ് കർച്ചീഫ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നൊരു ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് കാണിച്ച പോലെ നമുക്കൊരു ബ്രഷിൽ കട്ട് ചെയ്ത ബ്രഷ് കൊണ്ട് ഒന്ന് സ്മഡ്ജ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ആ ഒരു ഗ്രെയിനി എഫക്റ്റൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് സ്മൂത്ത് ആവും. ഞാനിനി ഒരു ഇതേപോലെ ബ്രഷിൽ കട്ട് ചെയ്തൊരു ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു വൈറ്റ് നമുക്ക് അതിൽ കൂടെ തെളിഞ്ഞ് കാണാതെ അതിൻ്റെ കൂടെ ഇതങ്ങ് ബ്ലെൻഡ് ആയിക്കോളും. നിങ്ങളത് വളരെ സാവധാനം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അല്ല ഉണ്ടെങ്കിൽ ചിലപ്പം ഡ്രോയിങ് കണ്ടമാനം ചില ഇതിൻ്റെ ഒരു ഡാർക്ക് വാല്യൂസൊക്കെ സ്പ്രെഡ് ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.